ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബുക്ക് കവറിംഗ് ആണ്. അൽഫോൺസയുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോട്ട് ബുക്സ് ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പല ഇതുണ്ട്, ക്ലാസ്മേറ്റ് ഉണ്ട്, വീവറൈറ്റ് ഉണ്ട്, ഹാലി എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ടൈമിൽ നമുക്കൊരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കിട്ടും. പിന്നെ ബാക്കിയുള്ളത് മോറൽ സയൻസ്, ലെറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. പിന്നെ മലയാളം കോപ്പി, ഇംഗ്ലീഷ് ഗ്രാമർ, പിന്നെ കളറിംഗ് ബുക്ക് ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. സാധാരണ ഡ്രോയിങ് ബുക്കിൻ്റെ സൈസിലാണ് വരാറുണ്ടായിരുന്നത്. ഇപ്പോൾ സാധാരണ ഒരു നോർമൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് വരുന്നത്. പിന്നെ GK ടെക്സ്റ്റ് ബുക്സ്. സോ ഫസ്റ്റ് നമ്മൾ നോട്ട് ബുക്സ് ആണ് പൊതിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അൽഫോൺസ് ഈ വർഷം 6ാം ക്ലാസ്സിലേക്കാണ്, എമിൽ ഈ വർഷം 9ാം ക്ലാസ്സിലേക്കാണ്. അവൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും വന്നിട്ടില്ല, ടെക്സ്റ്റ് ബുക്സിൽ മാറ്റമുണ്ട്. അപ്പം 27th ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബുക്ക് പൊതിയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മിച്ചം വന്ന സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ബുക്ക് റോള് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിൽ ഒരെണ്ണം ഇത്രയാക്കി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പൊട്ടിക്കാത്തത് ഇരിപ്പുണ്ട്. നെയിം സ്ലിപ്സ് 4 ഷീറ്റ്സ് മിച്ചമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് പൊതിയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ഷോപ്പിംഗ് നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരുന്നത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൊതിയാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വലിയ ബുക്ക് കവറിങ് റോളാണ്. ഞങ്ങളങ്ങനെ ചെറിയ റോൾസ് മേടിക്കാറില്ല. വലുത് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ചെറിയ റോള് മേടിക്കാറ്. നോട്ട് ബുക്ക് ഈ വലിയ റോളിൽ സാധാരണ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് പൊതിയുന്നത് പോലെ പൊതിഞ്ഞാൽ പേപ്പർ കുറേ വേസ്റ്റാവും. അപ്പോൾ ഞാൻ 2 നോട്ട് ബുക്ക് മുകളിൽ താഴെയും വെച്ചിട്ടാണ് നമ്മൾ പൊതിയുന്നത്. അതാകുമ്പോൾ പേപ്പർ വേസ്റ്റ് ആവാതെ നമുക്ക് ബുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ രീതിയിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പാർട്ട് ബാക്കി ഭാഗം അകത്തേക്ക് മടക്കിയതിന് ശേഷം വെട്ടിക്കളയാറാണ് പതിവ്. പക്ഷേ നമ്മൾ അകത്തേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ എഡ്ജ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മൾ പേപ്പർ വെറുതെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ വർഷം സെല്ലോ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഫുള്ള് സ്റ്റാപ്ലെയർ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാപ്ലെയർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബുക്സ് ഡ്രോയറിൽ വെക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എഡ്ജ് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും, മറ്റേ സൈഡ് താന്നിരിക്കും. അപ്പോൾ ഇത് പകുതിയും ഡ്രോയറിൽ കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർഷം സെല്ലോ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അമ്മയാണ് പൊതിയുന്നതെങ്കിൽ അമ്മ സെല്ലോ ടൈപ്പ് ഉപയോഗിക്കില്ല, സ്റ്റാപ്ലെയർ ഉപയോഗിക്കില്ല. മടക്കിയിട്ട്
ബുക്കുകളുടെ അടിയിലേക്ക് വയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ വെയിറ്റ് വന്ന് അത് സെറ്റായിക്കോളും. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ കാര്യം, ഇവർക്ക് അങ്ങനെ ബുക്ക് ഇത്ര നന്നായിട്ട് നോക്കുകയൊന്നുമില്ല. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോലം വേറെയാവും. അപ്പോൾ അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് സെല്ലോ ടേപ്പ്. തുറക്കലും മറക്കലൊക്കെ പെട്ടെന്ന് തുറക്കുക, പെട്ടെന്ന് അടയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കവർ കീറിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ നെയിം സ്ലിപ്സ് ആണ്. കോവിഡിന് മുമ്പൊക്കെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ തീമിലൊക്കെ ആയിരുന്നു നെയിം സ്ലിപ്സ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്ലെയിൻ നെയിം സ്ലിപ്സ് ആക്കി. എനിക്കും പ്ലെയിൻ നെയിം സ്ലിപ്സാണ് ഇഷ്ടം. കാണാൻ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് തോന്നും. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സിൻ്റെ ഇതിന് പുറത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കവറിങ് വരുന്നുണ്ട്, അത് പറിക്കുക. പിന്നെ ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ പടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കണ്ണെഴുതി കൊടുക്കുക, പല്ല് കറുപ്പിച്ച് കൊടുക്കുക, ഇതൊക്കെയാണ് ക്ലാസ്സിലിരുന്നുള്ള പണി. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 ലാംഗ്വേജസിനും കോപ്പി റൈറ്റിംഗ് ഉണ്ടാവാറുണ്ട്. മലയാളത്തിന് കോപ്പി എഴുതാനായിട്ട് ബുക്ക് സെപ്പറേറ്റ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിനും ഹിന്ദിക്കും കോപ്പി എഴുതാനായിട്ട് നോട്ട് ബുക്സ് തന്നിട്ടുണ്ട്, 4 ലൈൻ്റെയും 2 ലൈൻ്റെയും. പിന്നെയുള്ളത് 1 ലൈൻ നോട്ട് ബുക്സാണ്. 1 ലൈൻ്റെ 100 പേജസിൻ്റെ ആണ് മിക്ക നോട്ട് ബുക്സും. പിന്നെ 200 പേജസിൻ്റെ 3 നോട്ട് ബുക്കും ഉണ്ട്. പിന്നെ മാത്സിന് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനുള്ള നോട്ട് ബുക്കും തന്നിട്ടുണ്ട്.
നമ്മൾ നോട്ട്ബുക്സ് എല്ലാം പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പേരെഴുതൽ ചടങ്ങാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പേപ്പർ മെയ്റ്റിൻ്റെ ഇൻജോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെന്നാണ്. അപ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ട് തോന്നി കേട്ടോ. ബ്ലാക്ക് കളർ ഇങ്കാണ്, നല്ല സ്മൂത്തായിട്ട് തോന്നി. നമുക്ക് ഡിവിഷനും റോൾ നമ്പറും ഒന്നും അറിയില്ല. പിന്നെ നോട്ട്ബുക്സിന് സബ്ജക്റ്റ് അറിയില്ല, ഏതൊക്കെ എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പേരും ക്ലാസ്സും സ്കൂളിൻ്റെ പേരും മാത്രമാണ് എഴുതുന്നതുള്ളൂ. ഒരു വൻ അബദ്ധം പറ്റി. അൽഫോൺസയുടെ പേരിൻ്റെ അവിടെ ഞാൻ എൻ്റെ പേര് കൊണ്ട് എഴുതി വെച്ചു. കാര്യം വേറൊന്നുമല്ല, അടുത്ത് പപ്പയും അമ്മയും വന്നു. അപ്പോൾ അവരോട് സംസാരിക്കുന്ന ഒരു ഇതിൽ കോൺസെൻട്രേഷൻ പോയി എൻ്റെ പേര് കൊണ്ട് എഴുതി വെച്ചു. ഇനി അതെല്ലാം ബാക്കിയെല്ലാം നോട്ട്ബുക്സിൻ്റെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വൈറ്റ്നർ വെച്ച് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വൈറ്റ്നർ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ വെള്ളം മാത്രമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കറക്റ്റായിട്ടാണോ വരുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഗായ്സ്, നമ്മുടെ നോട്ട്ബുക്സിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പൊതിഞ്ഞു, നെയിം സ്ലിപ്പ് ഒട്ടിച്ചു, പേരെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.